നമസ്കാരം. ഇന്ത്യക്ക് കരുത്തു പകരാൻ കൂടെയുണ്ടാകുമെന്ന് റഷ്യ. മോദിയും വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ റഷ്യ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. ആണവ മേഖലയിൽ ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ റഷ്യയുടെ സഹായം ഇന്ത്യക്ക് എപ്പോഴും ഉണ്ടാകുമെന്നത് റഷ്യ പറയുന്നത് ഇപ്പോഴൊന്നുമല്ല. എന്നാൽ ഇന്ത്യയുമായുള്ള ആണവ ബന്ധം മോദി സർക്കാർ വന്നതിനു ശേഷം ചെറിയ രീതിയിലല്ല രാജ്യത്ത് ഗുണങ്ങൾ ഉണ്ടാക്കിയത്. ആണവ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും റഷ്യയും ചർച്ച വിജയമായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്തെ ആണവോർജ്ജ പദ്ധതിക്ക് പുറമെ പുതിയ ഇടങ്ങളിലും ഉയർന്ന ശേഷിയുള്ള ആണവോർജ്ജ യൂണിറ്റുകൾ നിർമ്മിക്കാനായി ഭാരതത്തെ സഹായിക്കാൻ തയ്യാറാണെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. റഷ്യയുടെ ആണവ ഏജൻസി മേധാവിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള കരുത്തേകുകയാണ്. റഷ്യയിലെ സർവക്സിൽ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മഹന്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് റൊസാറ്റം സ്റ്റേറ്റ് അറ്റോമിക് ജനറൽ കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ അലക്സി ലിഖാചേവ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകമായി സൃഷ്ടിച്ച ആണവ ഇന്ധന ചക്രപ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന പ്രോഗ്രീവ് അഥവാ ബ്രേക്ക് ത്രൂ പദ്ധതി സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഈ സുപ്രധാന കാര്യം റഷ്യൻ മേധാവി പങ്കിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ റഷ്യൻ രൂപകൽപ്പനയിലുള്ള ഉയർന്ന ശേഷിയുള്ള ആണവോർജ്ജ യൂണിറ്റിന്റെ ഒരു പരമ്പരയും ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നുവെന്നും റൊസാറ്റം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. റഷ്യയുടെ സഹകരണത്തോടെയാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്തെ ആണവോർജ്ജ പ്രോജക്ട് പുരോഗമിക്കുന്നത്. 2002 ജലകേന്ദ്രീകൃത ആണവ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചത്. 2014 ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. രണ്ടാമത്തേത് 2016 പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ 2 റിയാക്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശന വേളയിൽ കൂടംകുളം പദ്ധതിയുടെ 5ാമത്തെയും 6ാമത്തെയും റിയാക്ടറുകളുടെ നിർമ്മാണം സംബന്ധിച്ച കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കൂടംകുളത്തേത്. റഷ്യൻ ഇന്ത്യൻ സാങ്കേതിക ഊർജ്ജ വ്യവസായ സഹകരണത്തിന്റെ നേർക്കാഴ്ചയാണിതെന്നാണ് ലിഖാചേവ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ നടത്തിയ സന്ദർശന വേളയിൽ സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജയശങ്കർ പ്രധാനമായും ഉപപ്രധാനമന്ത്രിയും റഷ്യയിലെ വ്യവസായ വ്യാപാര മന്ത്രിയുമായ എച്ച് ഡെനിസ് മാൻഡുറോവിനെ കണ്ടിരുന്നു. ഉഭയകക്ഷി ബഹുമുഖ അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനായി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെയും കണ്ടിരുന്നു. 2022-2023 റഷ്യയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $13.1 ബില്യൺ ആയിരുന്നു. അതേസമയം ഇറക്കുമതി $46.21 ബില്യൺ ആണ്. അതായത് $43 ബില്യൺ കമ്മി. ഇത് റഷ്യയുടെ കൈവശം കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുന്നതിലേക്ക് നയിച്ചു. ഇത് 2023 മെയ് മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പരിഹാരം കാണാൻ ബിസിനസ് ഇടപാടുകൾ, അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ, ഗവൺമെന്റ് സെക്യൂരിറ്റികളിലെ നിക്ഷേപങ്ങൾ, ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേരിട്ട് രൂപയിൽ പണം നൽകാനുള്ള സംവിധാനം എന്നിവയുൾപ്പെടെ റഷ്യയ്ക്ക് മിച്ചരൂപ ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുരോഗതിയെപ്പറ്റി ജയശങ്കർ ചർച്ച ചെയ്തു. റൂബിൾ സംവിധാനത്തെയും സാമ്പത്തിക ബന്ധത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് പുറമെ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി പദ്ധതികളെ കുറിച്ചും ജയശങ്കറിന്റെ സന്ദർശന വേളയിൽ ചർച്ചയായിരുന്നു.